നിനക്കൊന്നുകൂടി ശ്രമിക്കാമായിരുന്നു. ശ്രമിച്ചു സർ, കൂടുതൽ ബലവും പ്രയോഗിച്ചു. എന്നിട്ടെന്തുണ്ടായി? അയാൾ ആകെ പരവശനായി കണ്ടു. വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിനക്കവനെ കീഴ്പ്പെടുത്താമായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടാനായിരുന്നു അയാളുടെ ശ്രമം. കൂടുതൽ ബലം പ്രയോഗിച്ചപ്പോൾ ആ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വന്നു. അത് കണ്ടപ്പോൾ ഭയന്നുപോയി. എങ്കിലും ഞാൻ പിടിവിട്ടില്ല. അപ്പോഴേക്കും ഇത് സംഭവിച്ചു. അതിനുശേഷം മാധവപിള്ള പോയി. കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കൈകളിട്ട് അടിക്കുന്നു കണ്ടു. ഞാൻ ഓടിപ്പോന്നു. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്ന് മധു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നില്ലേ? നിങ്ങൾ എന്റെ മരുമകളുടെ ഭർത്താവാണ്. ആ അധികാരം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സൗദാമിനിയും നിങ്ങളും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണോ ജീവിക്കുന്നത്? അതെ. അല്ല അല്ല, നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടി, അതൊരു സത്യമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് താലിയും ഉടുതുണിയും ഭക്ഷണവും മാത്രം പോരാ. മറ്റു ചിലതും അവൾക്ക് ആവശ്യമുണ്ട്. സെക്സ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാരേജ്. യു അണ്ടർസ്റ്റാൻഡ്? പറയൂ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി നിങ്ങളോട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം എനിക്കറിഞ്ഞുകൂടാ. ഒരു പുരുഷനെ പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ലുക്ക് അറ്റ് മീ പ്ലീസ്. ടെൽ മീ ഫ്രാങ്ക്ലി, എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്? മിനിയുമായി ബന്ധപ്പെടണമെന്നുള്ള ഘട്ടം വരുമ്പോൾ എനിക്ക് സ്വബോധം നശിക്കുന്നു, ദേഹം വിറയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വയ്ക്കരുത്. അത് സ്വന്തം ജീവിതം മാത്രമല്ല, മറ്റു പലരുടെയും ജീവിതം താറുമാറാക്കും. നാം മറ്റു രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നില്ലേ, അതുപോലെ ഈ രോഗവും ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ പൊതുവെ ആളുകൾ സെക്സിനെ സംബന്ധിക്കുന്ന രോഗം വല്ലതും വരുമ്പോൾ അത് മൂടി വയ്ക്കും. അത് തെറ്റാണ്. യു ആർ എൻ എഡ്യൂക്കേറ്റഡ് മാൻ. കമാ, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ രോഗം മാറ്റിയെടുക്കേണ്ടത് മറ്റാരെയും കൂടുതൽ ആവശ്യം എന്റേതാണ്. വരൂ. ഇരിക്കൂ. മിക്സഡ് സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ബോയ്സ് സ്കൂളിൽ. കോളേജിലോ? കോളേജിൽ പെൺകുട്ടികളുണ്ടായിരുന്നു. അവരോടൊക്കെ ചിരിക്കും തമാശ പറഞ്ഞും ഒക്കെ കഴിഞ്ഞിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ആരോട് സംസാരിക്കാറില്ല. അവരെന്നെ നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലൊരു ഭയം. ഞാൻ തലകുനിച്ചു കളയും. എന്തിന്? നല്ല സുന്ദരികളും ചെറുപ്പക്കാരികളുമായ പെൺകുട്ടികളെ കാണുമ്പോൾ പുരുഷന്മാർ എന്തിനു നാണിക്കുന്നു? നാണം സ്ത്രീകൾക്കുള്ളതല്ലേ? എന്തോ ഞാൻ കൊച്ചുനാളിൽ അങ്ങനെ ആയിപ്പോയി. മിനിയെ കാണുമ്പോഴും നാണവും ഭയവും ഉണ്ടോ? നാണമാണോ ഭയമാണോ, ഞാൻ അറിയാതെ എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു... ശരി ശരി. അപ്പോൾ ഇത്രയും കാലം രണ്ടുപേരുടെയും യൗവനം വെറുതെ കളഞ്ഞു എന്നർത്ഥം. ആട്ടെ, പെണ്ണുങ്ങളിൽ നിന്നും ഭയം തോന്നിക്കുന്ന വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ വല്ല പെൺപിള്ളേരുമായി പ്രേമബന്ധമുണ്ടായി അവരുടെ ആളുകൾ വധുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അതുണ്ടാകാനിടയില്ലല്ലോ. പെണ്ണുങ്ങളെ കണ്ട ഭയവും നാണവും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇന്നുവരെ സെക്സിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ചുംബിക്കുകയോ സ്പർശിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്തിട്ടില്ല അല്ലേ?
എന്തുണ്ടായി പറയൂ. എന്തിനു മറയ്ക്കുന്നു? മധു 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 എന്റെ മുഖത്ത് നോക്കൂ. ഇതേ ചേഷ്ടകൾ തന്നെ കാണിച്ചതായി നളിനിയും പറഞ്ഞു. തുടയിൽ പുഴലേറ്റ 2 നീണ്ട വാടുകളുമുണ്ട്. കുട്ടിക്കാലത്ത് എന്തോ സംഭവിച്ചതായിരിക്കും. ഞാനും കൂടെ വരാം അമ്മായി. വേണ്ട മോനെ, അവൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ആ രാഘവ, സ്പീഡിലൊന്നും പോകണ്ട, അമ്മായി പേടിക്കും. വരട്ടെ മോനെ. ശരി അമ്മായി. മിനി, നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? എനിക്കൊരു ദുഃഖവുമില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. മിനി, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നമുക്ക് വിവാഹം കഴിക്കാം. എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം മാത്രം? ഒരു പുരുഷൻ എന്താണെന്ന് അറിയാതെ ഭാര്യയെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ജീവിതത്തിൽ മനുഷ്യന് പലതും ചെയ്യാനുണ്ട്. അതിലൊരു നിമിഷം മാത്രമേ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നുള്ളൂ. ആ ഒറ്റ നിമിഷമാണ് അനേകായിരം കോടി നിമിഷങ്ങൾ സജീവമാക്കുന്നത്. പ്ലീസ്, കുട്ടിക്കാലം മുതൽക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. കമോൺ. എന്റെ മുറിയിൽ കയറരുത്. കടക്കു പുറത്ത്. ആണല്ലാത്ത ഒരുത്തിനു വേണ്ടി നീ എന്തിന് ജീവിതം പാഴാക്കുന്നു? ആരായാലും അദ്ദേഹത്തെ ഞാൻ മരണം വരെ സ്നേഹിക്കും. ഞാൻ പറയുന്നത് കേൾക്കും. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. റാസ്കൽ, വരൂ പോവാം. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. വരൂ പോവാം. ആ ശിക്ഷ വളരെ കടുത്തുപോയി. അവന്റെ അച്ഛനെ പോലെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ നിന്റെ പാട്ട് കൂടി. അയ്യോ, നമ്മുടെ മോന്റെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും അങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുതേ. നീ ആരാണ് എന്നെ ഉപദേശിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണുകൾക്ക് ഞാൻ ചെലവ് കൊടുക്കും. നിന്റെ തറവാട്ടത്തൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ നടപടിയെ പറ്റി മിണ്ടി പോകരുത്. നീയാണോ ഞാനാണോ ഇദ്ദേഹത്തിന്റെ ഭാര്യയെന്ന് എനിക്കിപ്പോ അറിയണം. നിനക്ക് എന്താ അറിയേണ്ടത്? എന്നേക്കാൾ സ്ഥാനമാണോ ഈ അടുക്കളക്കാരിക്ക് ഇവിടെ? നിനക്കത് അറിയണം. അറിയണം. ഇവിടെ വാടി. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരിക്കടി. ഞാൻ ആണാണ്. എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ കഴിയും. നിനക്ക് സൗകര്യമുള്ള കഴിഞ്ഞാൽ മതി. എനിക്കെന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. അതുപോലെ എന്റെ മോനുമായി തീരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ ഞാൻ ചീത്ത കുട്ടി അങ്ങനെയൊന്നും ചെയ്യല്ലേ മോനെ.
മനസ്സില്ലെങ്കിലേ ഇതാണോ മരുന്ന്? എടാ പറഞ്ഞാൽ അനുസരിക്കില്ലേ? അനുസരിക്കില്ലേന്ന് അച്ഛനെ പോലെ ആകാൻ പാടില്ല മകൻ. എടാ കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ അതവരുടെ ഭാവിയെ എത്രമാത്രം ബാധിക്കുമെന്ന് മാതാപിതാക്കൾ സാധാരണ ശ്രദ്ധിക്കാറില്ല. അവരുടെ പിഞ്ച് ഹൃദയത്തിലും കുരുന്നു ബുദ്ധിയിലും കടന്നുകൂടുന്ന പലതും അവരോടൊപ്പം വളർന്ന് ഒടുവിൽ പറിച്ചെടുക്കാൻ വയ്യാത്ത വിധം വേരുറച്ചു. ഡോക്ടർ, എന്റെ മോനെ സുഖപ്പെടുത്താൻ ഒക്കില്ലേ ഡോക്ടർ? മധുവിനെ രക്ഷിക്കാൻ എനിക്ക് മിനിയുടെ സഹായം കൂടിയേ കഴിയൂ. മിനി, മിനി, ഇനി വരൂ. നിന്റെ ആത്മാർത്ഥമായ സഹായമുണ്ടെങ്കിൽ മധുവിന്റെ ഈ അസുഖം ഞാൻ മാറ്റിയെടുക്കും. എന്തും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് നിനക്കുണ്ടാവണം. മധുവേട്ടിന് വേണ്ടി എന്റെ ജീവൻ പോലും നൽകാൻ തയ്യാറാണ്. ശരി, എന്നാൽ ഞാൻ മറ്റൊരു ശ്രമം നടത്താം. അങ്കിൾ പൊയ്ക്കുള്ളൂ.